വിശുദ്ധ അന്തോണീസ് പാദുവായിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ നിരവധിയായ പ്രവർത്തനങ്ങളാൽ അദ്ദേഹം എപ്പോഴും തിരക്കിലായിരുന്നു. ജീവന തുല്യം അദ്ദേഹം സ്നേഹിച്ച ദൈവവചന പ്രഘോഷണവും നിരന്തരമായ കുമ്പസാരങ്ങളും മറ്റു പ്രവർത്തനങ്ങളും വിശുദ്ധനെ ശാരീരികമായ തളർച്ചയിലേക്കൊക്കെ നയിച്ചിട്ടുണ്ട്. കുറച്ചു കാലത്തേക്ക് അതിൽ നിന്നും വിട്ടുനിന്ന് കൂടുതൽ പ്രാർത്ഥിക്കുവാനും ദൈവവചനം പഠിക്കുവാനും ഏകാന്തമായ ഒരിടത്തേക്ക് മാറി നിൽക്കണമെന്ന് വിശുദ്ധൻ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ അധികാരികളോട് തൻ്റെ ആഗ്രഹം അറിയിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചുകൊണ്ടും അദ്ദേഹം ഒരു കത്തെഴുതി തൻ്റെ മുറിയിൽ വെച്ചു. ആ കത്ത് തൻ്റെ പ്രൊവിൻഷ്യാളിന് കൊടുക്കാൻ ആരെങ്കിലും അയക്കണമെന്ന് അപേക്ഷിക്കുവാനായിട്ട് അദ്ദേഹം ആശ്രമത്തിലെ സുപ്പീരിയർ അച്ഛൻ്റെ മുറിയിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചു. വിശുദ്ധൻ്റെ സുപ്പീരിയർ അത് സന്തോഷപൂർവ്വം അംഗീകരിച്ചു. എന്നാലും മുറിയിൽ തിരിച്ചെത്തിയ അന്തോണി എത്രമാത്രം തിരഞ്ഞിട്ടും ഞാൻ തയ്യാറാക്കി വെച്ച ആ കത്ത് കണ്ടെത്താനായില്ല. ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നായിരിക്കണമെന്ന് ചിന്തിച്ച അന്തോണി തൻ്റെ സുപ്പീരിയറിൻ്റെ മുറിയിൽ ചെന്ന് താൻ തൻ്റെ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറിയതായി അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അന്തോണിക്ക് പ്രൊവിൻഷ്യാളച്ചൻ്റെ കത്ത് ലഭിച്ചു. അന്തോണി ആത്മീയ ഉന്നമനത്തിന് വേണ്ടി ഏതാനും നാൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഏകാന്ത ജീവിതത്തിലും കഴിച്ചു കൂട്ടുന്നതിന് പ്രൊവിൻഷ്യാളിനോട് അനുവാദം ചോദിച്ച് എഴുതിയതിനുള്ള മറുപടിയായിട്ടാണ് ഈ കത്ത് അദ്ദേഹത്തിന് ലഭിച്ചത്. കത്തിലൂടെ അന്തോണി ചോദിച്ച കാര്യങ്ങൾ പ്രൊവിൻഷ്യാളച്ചൻ അംഗീകരിക്കുകയും ചെയ്തു. അന്തോണി എഴുതിയ കത്ത് ആരാണ് പ്രൊവിൻഷ്യാളച്ചൻ്റെ അടുക്കൽ ഏൽപ്പിച്ചതെന്ന് ഇന്നും നിഗൂഢമാണ്. തൻ്റെ സുപ്പീരിയറുമായി മാത്രം പങ്കുവച്ച വിശുദ്ധൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് വിശുദ്ധന്മാർ തന്നെ ദൂതന്മാരായി പ്രവർത്തിച്ചുവെന്ന് അദ്ദേഹത്തിൻ്റെ സമകാലികരും സന്യാസികളും വിശ്വസിക്കുന്നു.